സർ, ഫിഫ വേൾഡ് കപ്പ് ഒട്ടനവധി പ്രത്യേകതകളോടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ അമേരിക്കയ്ക്കെതിരായി പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. അമേരിക്ക കാരണം പങ്കെടുക്കാതെ പോയ രാജ്യങ്ങൾ എന്ന നിലയിൽ പോലും വാർത്തകൾ വന്നിരുന്നു. ഫിഫ വേൾഡ് കപ്പിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായും മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഒപ്പം മറ്റെന്തൊക്കെയാണ് ഈ വർഷത്തെ പ്രത്യേകതകൾ? ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഫിഫ 2026 ജൂൺ 11 തുടങ്ങി ഉദ്ഘാടനം കഴിഞ്ഞു. ജൂലൈ 19 വരെയാണ് ഇതിന്റെ മത്സരങ്ങൾ നടക്കുന്നത്. മത്സരങ്ങൾ നടത്തുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്: കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, മെക്സിക്കോ. ഈ 3 രാജ്യങ്ങളും കൂടിയിട്ടാണ്. അതും അടുത്തടുത്തുള്ള രാജ്യങ്ങളാണ്. ഈ 3 രാജ്യം പറഞ്ഞാൽ തൊട്ട് കിടക്കുന്ന 3 രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലാണ് ഈ 48 ടീമുകൾ മത്സരിക്കുന്ന 6 കോൺഫെഡറേഷനുകളിൽ നിന്ന് വരുന്ന ഈ ടീമുകളുടെ മത്സരം നടക്കുന്നത്. 16 ആതിഥേയ നഗരങ്ങൾ, അതായത് ഈ 3 രാജ്യങ്ങളിലും ആയിട്ട് 16 നഗരങ്ങളിലാണ് ഈ മത്സരം ഒരുക്കി ഇരിക്കുന്നത്. ഇതുവരെ ഇപ്പോ ജൂലൈ 11 കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 7 മത്സരങ്ങൾ കഴിഞ്ഞു. ഈ 7 മത്സരത്തിൽ ഇതുവരെ 17 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോകകപ്പില് നോട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുടെ ഭാഗമായിട്ട് പറയുകയാണ്. ആ 17 ഗോളുകളില്, അതായത് ആവറേജ് ഒരു 2.5 ഗോള് വെച്ച്, ഒരു ഗെയിമില് 2.5 ഗോള് വെച്ച് അടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുവരെ നടന്ന ഈ മത്സരങ്ങളിൽ ആ ഗ്രൗണ്ടിൽ വന്ന ജനങ്ങളുടെ എണ്ണം 4,52,078 അതായത് ആവറേജ് ആയിട്ട് ഒരു മത്സരത്തിന് 64,000 ആളുകൾ ഒരു മത്സരം കാണാൻ അവിടെ വന്നിട്ടുണ്ട്. ഈ മത്സരം കാണാൻ വരിക എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ മത്സരം കാണാൻ അവിടെ ജനമെത്തുക. ഇവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അമേരിക്കയും, അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്കയിലാണ് മത്സരിച്ചെങ്കിൽ അമേരിക്ക ചെയ്യണം, അല്ലെങ്കിൽ കാനഡയിലാണെങ്കിൽ കാനഡ ചെയ്യണം, മെക്സിക്കോയിലാണെങ്കിൽ മെക്സിക്കോ ചെയ്യണം. അപ്പോ ഈ വേൾഡ് കപ്പ് ഫിഫ നടത്താൻ വേണ്ടിയിട്ട് ലോക രാജ്യങ്ങളൊക്കെ തന്നെ മത്സരിക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്ത്യ ഇത് ലോകകപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അതൊക്കെ ഇനിയും ഒരു 10 15 ചിലപ്പോൾ 20, അതായത് 4 കൊല്ലം കൂടുമ്പോഴാണ് ഒരു വേൾഡ് കപ്പ് മത്സരം വരുന്നത്. അപ്പോ ഈ ഫിഫ വേൾഡ് കപ്പ് ഒരു സിറ്റിയില് വന്നു കഴിഞ്ഞാൽ അവിടെ സാമ്പത്തികമായിട്ട് അവിടെ ആ രാജ്യം തന്നെ രക്ഷപ്പെടുമെന്നാണ് ഒരു കണക്കുകൂട്ട്. അപ്പോ അത് കാരണം ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടത്താൻ ഒരു പിടിവലിയാണ്, ഒരു മത്സരം തന്നെയാണ്. അപ്പോ ഇപ്രാവശ്യം ഈ അമേരിക്ക ഈ യുദ്ധ പ്രശ്നമൊക്കെ വന്നപ്പോ ഇവിടെ വേൾഡ് കപ്പ് ഭംഗിയായി നടക്കുമോ എന്നുള്ള ചില സാങ്കേതിക തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അമേരിക്ക അതിന് ചെറിയ ചെറിയ സൊല്യൂഷനുകൾ ഉണ്ടാക്കി. അതായത് അവരുടെ സ്വന്തം അടുത്ത കാനഡയും മെക്സിക്കോനെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ മത്സരം നടത്താൻ തയ്യാറായി. കാരണം എതിർപ്പുള്ള ടീമുകൾ വരുന്നുണ്ടെങ്കിൽ അവരെ ആ ഭാഗത്ത് കൊണ്ട് കളിപ്പിക്കും. അങ്ങനെയൊക്കെ ഷെഡ്യൂളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ന് ലോകകപ്പ് നടത്തുന്നത്. ഈ ലോകകപ്പ് മത്സരം കൺട്രോൾ ചെയ്യുന്നത് ഇതിനൊരു ലോക രാജ്യങ്ങളെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഫിഫ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ആ ഫിഫ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെച്ച് വോട്ടിംഗ് നടത്തിയിട്ടാണ് എവിടെ മത്സരം വേണമെന്ന് അന്തിമമായി തീരുമാനിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ലാസ്റ്റ് ഫിഫ 4 കൊല്ലം മുമ്പ് നടന്നപ്പോ, അന്ന് ഖത്തറിൽ വെച്ച് നടന്നത് എല്ലാവർക്കും അറിയാം. അന്ന് മത്സരത്തിൽ ചാമ്പ്യന്മാരായത് അർജന്റീനയാണ്. ഇനി ഈ പ്രാവശ്യം ആരായിരിക്കും അത് എന്നതിനുള്ള മാറ്റുരയ്ക്കലും മത്സരങ്ങളും ബെറ്റ് വെക്കലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും, അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തില് ഏത് മുക്കിലും മൂലയിലും നിറച്ച് ബാനറുകളും പോസ്റ്ററുകളും ഇറക്കി വെച്ചിരിക്കുകയാണ്.
നിറച്ച് ഓരോ ടീമിന്റെ പേരുകളും അതിലെ കളിക്കാരുടെ ചിത്രങ്ങളും നമ്മൾ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ കൂടെയും യാത്ര ചെയ്യുമ്പോഴും നിറച്ച് പോസ്റ്ററുകൾ വെച്ചിരിക്കുകയാണ്. എവിടെ പോയി കോടതി എനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഇവിടുത്തെ നിയമത്തിന് എതിരായ ചില കാര്യങ്ങളാണ്. കാരണം ഇത് കൊണ്ടുപോലും കാണില്ല. പക്ഷെ മൊത്തത്തിൽ കേരളത്തിൽ ഒരു എന്താ പറയില്ല, ഒരു ഫുട്ബോൾ തരംഗം ഇപ്പോ കാണാൻ സാധിക്കും. ഏത് സിറ്റിയിൽ കൂടി പോകുമ്പോഴും ഏതെങ്കിലും ബ്രസീലിന്റെയോ അല്ലെങ്കിൽ ഇറ്റലിയുടെയോ അല്ലെങ്കിൽ ഫ്രാൻസിന്റെയോ അല്ലെങ്കിൽ അർജന്റീനയുടെയോ ഏതെങ്കിലും ഒക്കെ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ അത് കാണാമായിരിക്കും. വൈകുന്നേരങ്ങളിൽ ഇതേ ജേഴ്സി അണിഞ്ഞ ചെറുപ്പക്കാര് റോട്ടിൽ കൂടെ ഓടിയിട്ടും സൈക്കിൾ യാത്ര ചെയ്തിട്ടും മോട്ടോർ സൈക്കിള് കൂട്ടമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ ചെയ്തു. അതിന്റെ ഒരു സ്പിരിറ്റ് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രതിഫലിക്കുന്നുണ്ട് എന്നൊക്കെ സത്യമാണെങ്കിലും ഇതിൽ സങ്കടകരമായ കാര്യം ഈ ഫിഫ വേൾഡ് കപ്പിൽ എന്നെങ്കിലും നമ്മുടെ ഇന്ത്യ, അതായത് ജനസംഖ്യയിൽ ഒന്നാമതായി നിൽക്കുന്നു. ഏതാണ്ട് അത്രയും കോടി ജനങ്ങൾ, 160 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ഈ ഫിഫ വേൾഡ് കപ്പിൽ പോയി ഒന്ന് കളിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്നത്. കാരണം പല രാജ്യങ്ങളും ചെറു രാജ്യങ്ങളാണ് വരുന്നത്, അവരുടെ ടീമായിട്ട് ആ മത്സരത്തിൽ എത്തുന്നത്. ആ ഫൈനൽ റൗണ്ടായ 48 ടീമിൽ അവർക്ക് അതിൽ കയറിക്കൂടാൻ പറ്റുമ്പോ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഇത്രയും പോരാട്ടവും ഫുട്ബോളിനുള്ള താല്പര്യം കൂടി ചെറുപ്പക്കാർ ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് അത് വർക്കൗട്ട് ആവാതെ ഈ വേൾഡ് കപ്പിന്റെ എൻട്രൻസിലേക്ക് പോലും എത്താൻ ഇന്ത്യൻ ടീമിന് കഴിയുന്നില്ല? അത് വളരെയധികം നമ്മളെ നാണം കെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോ ഈ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ സ്വന്തം ശരീരവും ആരോഗ്യവും നോക്കി അതിൽ കൂടുതൽ ഉത്സാഹം കൊടുത്തിട്ട് ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് ആ ടീം ഉണ്ടാക്കാനുള്ള വേദി, അല്ലാതെ ഇവിടെ നിന്ന് കൂക്കി വിളിച്ച് ഈ പോസ്റ്റർ ഒട്ടിച്ചത് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ഒരു 10 കൊല്ലത്തിന്റെ ഉള്ളിലെങ്കിലും ഈ ഫിഫ വേൾഡ് കപ്പിൽ നമ്മൾ ചെല്ലണം എന്ന് നമുക്ക് ഒരു വാശി വേണം. ഇപ്പതാ ഈ 2 കൊല്ലം മുന്നേ മറ്റേ അർജന്റീനയിലെ ഒരു കളിക്കാരനെ ഇവിടെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ് കോടികൾ പൈസ ഇറക്കി ആകെ ഒരു ചർച്ചയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള പറ്റിക്കൽ പരിപാടികളൊന്നും അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അതിൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് ഇന്ത്യ ഒരു വലിയ നമ്പർ, അമേരിക്ക പറഞ്ഞ അത്ര വലിയ രാജ്യമൊന്നുമല്ല, അവർ പോലും അതിന്റെ മത്സരത്തിൽ പങ്കെടുത്ത് എത്തുന്നു. അപ്പോ അത് ഇന്ത്യയും അതുമാതിരിയുള്ള വർക്കൗട്ടുകൾ ചെയ്ത് അതിനുവേണ്ട തയ്യാറെടുപ്പുകളും സഹായ സംവിധാനങ്ങളും ഇവിടുത്തെ ഭരണകൂടങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യക്കും ഒരു ശക്തമായ വേൾഡ് കപ്പ് എടുക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ ഒരു ടീമിനെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. യെസ്, എന്തായാലും ഫിഫ വേൾഡ് കപ്പ് ആവേശം ലോകം മുഴുവൻ പരക്കുകയാണ്. ലോകം മുഴുവൻ കാൽപന്തിന് ചുവട്ടിൽ ഒന്നിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതും. പക്ഷേ തുടക്കത്തിലുള്ള പാകപ്പിഴകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ആതിഥേയത്വം വഹിക്കുന്നവർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ജയശങ്കർ സാർ സൂചിപ്പിച്ചതുപോലെ ഏഷ്യയിൽ കഴിഞ്ഞ തവണ ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന ലോകകപ്പിന് ശേഷം ഏഷ്യയിൽ വീണ്ടും ലോകകപ്പ് എത്തുകയാണെങ്കിൽ അത് ഇന്ത്യയിലായിരിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.